നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് നാളായിട്ടുണ്ട് നമ്മൾ ലൈഫ് ടൂർ വീഡിയോ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിപ്പിൾ എച്ചിൻ്റെ ലൈഫ് ടൂർ വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോയോട് കിടക്കുമ്പോൾ നിങ്ങളിതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയുടെ അങ്ങ് പോയേക്കാം. ധാരാളം ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ട്രിപ്പിൾ എച്ചിൻ്റെ ലൈഫ് ടൂർ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ലൈഫ് ടൂർ വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. ട്രിപ്പിൾ എച്ചിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് വെച്ചാൽ പോൾ മിഹായൽ ലീവൻ ക്യൂൽ എന്നാണ് പേര്. ട്രിപ്പിൾ എച്ച് ജനിച്ചത് ജൂലൈ 27, 1969 US-ലെ നാഷുവ ന്യൂ ഹംഷുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രിപ്പിൾ എച്ച് ജനിച്ചത്. ട്രിപ്പിൾ എച്ചിന് 16-ാം വയസ്സ് തൊട്ടേ ട്രിപ്പിൾ എച്ചിന് ഒരു റെസ്ലർ ആവണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങിയത്. അതുകൊണ്ട് 1992 ട്രിപ്പിൾ എച്ച് IWF എന്ന് പറയുന്ന റെസ്ലിംഗ് സ്കൂളിൽ പോയി ചേർന്നു. ഇൻ്റർനാഷണൽ റെസ്ലിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്ന റെസ്ലിംഗ് സ്കൂളിൽ പോയി ട്രിപ്പിൾ എച്ച് ചേർന്നു. അവിടുത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ട്രിപ്പിൾ എച്ച് നേരെ വന്നത് WCWയിലോട്ടാണ് വന്നത്. 1994 WCW വന്ന് ട്രിപ്പിൾ എച്ച് ജോയിൻ ചെയ്തു. പിന്നെ 2003 ട്രിപ്പിൾ എച്ച് സ്റ്റെഫിനി മിക്മാനെ മാരേജ് ചെയ്തത്. നമുക്കറിയാവുന്നതാണ് വൺ ഓഫ് ദി ടോപ്പ് സൂപ്പർ സ്റ്റാർ ആണ് ട്രിപ്പിൾ എച്ച് WWE-യിൽ ഇപ്പം CEO ആയിട്ട് നിൽക്കുന്നത് ട്രിപ്പിൾ എച്ച് ആണ്. അതേപോലെ NXT നടത്തിക്കൊണ്ട് പോകുന്നതും ട്രിപ്പിൾ എച്ച് ആണ്. അതേപോലെ 205 നടത്തിക്കൊണ്ട് പോകുന്നതും ട്രിപ്പിൾ എച്ച് ആണ്. NXTയിലെയും 205ലെയും മാച്ചുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന വേറെ ലെവൽ മാച്ച് തന്നെയാണ്. നിങ്ങൾക്ക് സ്മാക്ക് ഡൗണും റോയിലും കാണുന്നതിനെക്കാട്ടും നല്ല നല്ല മാച്ചുകളാണ് NXTയിലും അതേപോലെ 205ലും അവർ കാഴ്ചവെക്കുന്നത്. അത് ട്രിപ്പിൾ എച്ച് നടത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഇത്ര നല്ല മാച്ചുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ട്രിപ്പിൾ എച്ച് 14 ടൈം ചാമ്പ്യൻ ആവാൻ സാധിച്ചിട്ടുണ്ട്. ഏതൊക്കെ ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ എച്ച് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 5 ടൈം WWE ചാമ്പ്യൻ ആവാൻ സാധിച്ചിട്ടുണ്ട് ട്രിപ്പിൾ എച്ചിന്. അതേപോലെ 1 ടൈം WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആവാൻ സാധിച്ചിട്ടുണ്ട് ട്രിപ്പിൾ എച്ചിന്. പിന്നെ 2002 അതേപോലെ 2016 റോയൽ റംബിളിൽ വിൻ ചെയ്തിട്ടുള്ളതാണ് ട്രിപ്പിൾ എച്ച്. പിന്നെ ട്രിപ്പിൾ എച്ച് WWE ധാരാളം ടീമുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടീമിൻ്റെയൊക്കെ ലീഡറായിട്ടിരിക്കുന്നതും ട്രിപ്പിൾ എച്ച് തന്നെയാണ്. പിന്നെ ട്രിപ്പിൾ എച്ചിന് വേറൊരു റെക്കോർഡും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 16 ടൈം ചാമ്പ്യനായിട്ടിരിക്കുന്ന റിക് ഫ്ലെയറും അതേപോലെ ജോൺ സീനയും കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആരാണെന്ന് വെച്ചാൽ ട്രിപ്പിൾ എച്ച് ആണ്. ട്രിപ്പിൾ എച്ച് ആണ് 14 ടൈം ചാമ്പ്യൻ ആവാൻ സാധിച്ചിട്ടുണ്ട് ട്രിപ്പിൾ എച്ച്. ട്രിപ്പിൾ എച്ചിൻ്റെ ഫ്രണ്ടിലുള്ളത് റിക് ഫ്ലെയറും അതേപോലെ ജോൺ സീനയുമാണ് ട്രിപ്പിൾ എച്ചിൻ്റെ ഫ്രണ്ടിലുള്ളത്. പിന്നെ വിങ്സ് വിക്മാൻ കഴിഞ്ഞിട്ട് അടുത്തായിട്ട് WWE മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ എച്ച് ആണെന്നൊക്കെ പറഞ്ഞ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ആണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ട്രിപ്പിൾ എച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ WWE വേറെ ലെവൽ തന്നെ ആയിരിക്കും. സ്മാക്ക് ഡൗണും അതേപോലെ റോയിലേക്ക് മാച്ചുകളൊക്കെ തന്നെ വേറെ ലെവൽ തന്നെ ആയിരിക്കും. NXTയും 205 ഒക്കെ നിങ്ങൾ കാണുന്നവരാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അവിടുത്തെ മാച്ചുകളൊക്കെ ഏത് രീതിയിലുള്ള മാച്ചുകളാണെന്നും അതിനെക്കാട്ടും നല്ല ബെസ്റ്റായിട്ടുള്ള മാച്ചുകളൊക്കെ തന്നെ റോയിലും അതേപോലെ സ്മാക്ക് ഡൗണിലൊക്കെ വരുന്നതാണ്. ട്രിപ്പിൾ എച്ച് മൊത്തത്തിൽ WWE കൺട്രോൾ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അടുത്തായിട്ട് ഏത് റെസ്ലറിനെ പറ്റിയുള്ള ലൈഫ് ടൂർ വീഡിയോ ഞാൻ ഇടണോ അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളും പല റെസ്ലേഴ്സ് ലൈഫ് ടൂർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനോടനേടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നതായിരിക്കും. ബായ്.